നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണോ ഇപ്പം നിലനിൽക്കുന്നത്, ഇതുപോലെ ആയിരിക്കും ഇനി വരുന്ന നമ്മുടെ ബാക്കി തലമുറയും കൂടി. അതിൽ നിന്ന് അവരേക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പോൾ തന്നെ നമ്മളതിന് വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. അതല്ലെങ്കിൽ അവർ സ്വയം അതിലൂടെ രക്ഷപ്പെടുന്നവരില്ല എന്നല്ല, പക്ഷെ അതിനവർ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്ന കാലഘട്ടമാണ് ഇനി വരുന്നത്. കാരണം എല്ലാ കാര്യത്തിലും കോമ്പറ്റീഷനും, എല്ലാ കാര്യത്തിലും ജോലിക്കാണെങ്കിലും, എവിടെ ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും എല്ലാം ഒരുപാട് പേരുണ്ടാവും. ഒക്കെ ഒരു മത്സരമാണിന്ന്. അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ ഇപ്പം തന്നെ നമ്മൾ ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ ഇങ്ങനെ നിലനിന്ന് പോകുമ്പോൾ ഇത് കണ്ടു വളരുന്ന അവർ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന രീതി സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും വീട്ടിൽ സംസാരിക്കുന്നത്. അതിന് പൈസ ഇല്ല, ഇതിന് പൈസ ഇല്ല, നമുക്ക് ഇത്ര വരുമാനമുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കിയാൽ മതി, നമ്മൾ മുകളിൽ ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ നോക്കണ്ട, നമ്മളെക്കാൾ ഇല്ലാത്തവരില്ലേ എന്നൊക്കെയാണ് നമ്മൾ അധികം വീട്ടുകാരും പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ശരിക്കും അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് നമ്മളെക്കാൾ ഇല്ലാത്തവരെ നോക്കാനല്ല, നമ്മളിലേക്കാൾ ഉള്ളവരെ നോക്കാനാണ്. അവരെ പോലെ നമുക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവരെ പഠിപ്പിക്കേണ്ടത്. അതവർ നമ്മളിൽ നിന്നാണ് പഠിച്ചെടുക്കുന്നത്. ആ സാഹചര്യം നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയതുകൊണ്ട് അവരും വരുന്ന കാലത്ത് അങ്ങനെ തന്നെ ആയിത്തീരാനാണ് സാധ്യത. അപ്പം അതിന് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പോം വഴി. നമ്മൾ മുന്നിട്ടിറങ്ങി നമ്മളൊന്ന് സക്സസ് ആയി വരുമ്പോൾ അത് കണ്ട് വളരുന്ന അവർ തീർച്ചയായിട്ടും അവരും അതിന് ശ്രമിക്കും. വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് കാണുമ്പോൾ അവരും ഭാവിയിൽ അത് തന്നെ ശ്രമിക്കും. മറ്റത് നമ്മളൊരു ജോലിയെടുത്ത് അതിലൂടെ കഴിഞ്ഞുകൂടി അങ്ങനെ പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ അവരും ഒരു ജോലിയെടുത്ത് അതിൽ കഴിഞ്ഞുകൂടി പോകാനാണ് അവരും ശ്രമിക്കുക. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു അത് കണ്ടാണ് അവരും പഠിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളതിന് വേണ്ടി പരിശ്രമിക്കണം. വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തണം. അത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് പല ആളുകൾക്കും ഉണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രം. കാരണം ഒന്ന്, എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കച്ചവടമോ ബിസിനസ്സോ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോവോ, അത് നഷ്ടമാവുമോ, അത്രയും പൈസ നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, ഇപ്പം കയ്യിലെ പൈസ ഇല്ല, കടം വാങ്ങിയിട്ടാണ് ചെയ്യുക, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ടാണ് നമ്മൾ ഒന്നിലേക്കും ഇറങ്ങാത്തത്. പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നത് എന്താണെന്ന് കാരണം വെച്ചാൽ നമ്മൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അത് നമുക്ക് തോന്നുന്നതാണ്, സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊന്നും പറ്റാത്തത്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. സാമ്പത്തികമെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുക ചെയ്യുക. സാമ്പത്തികം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ പണം വന്നു ചേരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പണം നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുക. ആ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് വരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദമായി പഠിച്ചിട്ട് തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ വരാൻ തുടങ്ങും. ആ അവസരങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനാദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കേണ്ടതുണ്ട്. മനസ്സിനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അതിന് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് യൂണിവേഴ്സിലേക്ക് നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അവസരങ്ങളും സാധ്യതകളും ഒക്കെ നിങ്ങളുടെ കൺമുന്നിലൂടെ വരാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് കയറിപ്പോകാൻ പറ്റും. മറ്റേ നിങ്ങൾക്ക് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ചെയ്യേണ്ടത്, ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷേ എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയെ അതിനുള്ള എല്ലാ ഐഡിയകളും നിങ്ങളിൽ തന്നെ വരാൻ തുടങ്ങും. അതിന് നിങ്ങൾ ആദ്യം മെഡിറ്റേഷൻ ശീലമാക്കണം.
പിന്നെ മൈൻഡ് പവർഫുള്ളാക്കണം. അങ്ങനെ അത് പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലെവലിൽ എത്താൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൽ യാതൊരുവിധ സംശയവുമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അവസരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടും അവിടെ എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനും പറ്റും. നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം കണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളും ബാക്കിയുള്ളവരും ഇത് കണ്ട് വളരുമ്പോൾ ഭാവിയിൽ അവരും അതേ രീതിയിൽ ചെറുപ്പത്തിലേ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളെപ്പോലെ കുറച്ച് മുതിർന്നതിന് ശേഷമല്ല, നിങ്ങളെ കണ്ട് വളരുമ്പോൾ അത് ചെയ്യാൻ ചെറുപ്പത്തിൽ അവർ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വലുതാവുമ്പോഴേക്കും ഏകദേശം നമ്മുടെയൊക്കെ പ്രായം അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ അവർ നല്ലൊരു നിലയിലെത്തും. നമ്മളിപ്പോൾ ഇന്ന് എന്ത് ചെയ്യണമെന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ഒരു അവസ്ഥയിലല്ല ഉണ്ടാവുക. അവർ ചെറുപ്പത്തിലേ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ആ രീതിക്ക് വളരാൻ തുടങ്ങുമ്പോൾ സാമ്പത്തിക പ്രയാസം അവർക്ക് തീരെ ഇല്ലാതാവും. പിന്നെ നമ്മളും അതിനനുസരിച്ച് ഗ്രോ ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ടേ പിന്നീട് നമ്മൾ അറിയില്ല. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാലേ നമ്മുടെ കുടുംബത്തിനെ അതൊരു സൗഭാഗ്യമായി വരൂ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. ഇനി ഫ്രീ ക്ലാസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ 100% ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റും. ഒരു അത്ഭുതകരമായ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ മാറും, നിങ്ങൾ മാറും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത രീതി മാറും. എല്ലാം മാറി നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് 100% ഉറപ്പാണ്. ഇത് എൻ്റെ ഉറപ്പല്ല, ഇത് യൂണിവേഴ്സിൻ്റെ ഉറപ്പാണ്. നിങ്ങൾ യൂണിവേഴ്സുമായി ഒരു അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ദൈവം പാതി താൻ പാതി എന്നല്ലേ, ദൈവത്തിൻ്റെ പാതി എപ്പോഴും റെഡിയാണ്. നമ്മുടെ പാതി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തും നമ്മുടെ വീട്ടിലും എല്ലാവർക്കും ഐശ്വര്യവും നമുക്ക് സമ്പത്തും എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. സമ്പത്തൊക്കെ പിന്നെ വരുന്നത് എങ്ങനെയെന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ രീതിക്ക് നമ്മളിലേക്ക് വരും. അതിനുള്ള അവസരങ്ങളാണ് വരുന്നത്. ആ അവസരങ്ങളിലൂടെ നമുക്കത് ഉണ്ടാക്കാനാണ് കഴിയുക. ആ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള വഴികളെല്ലാം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഈ വക കാര്യങ്ങൾ ഇതിലേക്ക് നമ്മൾ മനസ്സ് വെച്ച് ഇറങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകും. അപ്പോൾ ഇനി നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.